ഹായ് കൂട്ടുകാരെ, മേപ്പിൾ ലീഫ് ആൻഡ് വെള്ളക്കരടിയിലേക്ക് സ്വാഗതം. മുഴുവൻ വീഡിയോയും കണ്ട് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വിനോദവും വിജ്ഞാനവും ഉൾപ്പെടുത്തിയ ഒരു ടൂർ പോയാലോ? ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് കാനഡയിലെ സഫാരി പാർക്കിന് മുമ്പിലാണ്. സമയം 10 മണി. ടിക്കറ്റ് ഓൺലൈനായി എടുത്തിരുന്നു. ഇത് ആഫ്രിക്കൻ ലയൺ സഫാരി എന്നറിയപ്പെടുന്നു. ആഫ്രിക്കയിലെ സഫാരിയെ പറ്റി ഒരു വാക്ക്: ലോകത്തിലെ ഇരുണ്ട ഭൂഖണ്ഡം എന്നാണ് ആഫ്രിക്ക അറിയപ്പെടുന്നത്. ഇവിടെയുള്ള വലിയ കാട്ടിൽ കൂടി ചില്ല് പിടിപ്പിച്ച വാഹനത്തിൽ നമുക്ക് വന്യമൃഗങ്ങളെ നേരി കാണാൻ പോകാൻ സാധിക്കും. ആഫ്രിക്കയിലെ ഈ ടൂറിസത്തിന് ആഫ്രിക്കൻ സഫാരി എന്നറിയപ്പെടുന്നു. ഈ ആശയം ഉൾക്കൊണ്ട് കാനഡയിലെ ടൊറന്റോയിൽ ഒരു വനം തെരഞ്ഞെടുത്ത് സിംഹം, കടുവ, സീബ്ര, ആന തുടങ്ങിയ മൃഗങ്ങളെ പാർപ്പിച്ചിരിക്കുന്നു. നമ്മുടെ കാറിൽ തന്നെ സഞ്ചരിച്ച മൃഗങ്ങളെ എല്ലാം കാണാനുള്ള സൗകര്യമുണ്ട്. ഇവിടെ വരുന്നവർക്ക് കാട്ടിൽ കൂടി ബസ് സൗകര്യവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ സമ്മറും അവധിക്കാലവുമാണ്. നമ്മൾ അകത്തേക്ക് പ്രവേശിക്കുകയാണ്. ആദ്യമായി ലയൺ സഫാരിയിലേക്കാണ് പോയത്. നിർദ്ദേശങ്ങൾ ബോർഡിൽ എഴുതിയിരിക്കുന്നു. കയ്യും തലയും വെളിയിടരുത്. ഇംഗ്ലീഷിലാകട്ടോ. കാറിലായതുകൊണ്ട് വളരെ സാവധാനമാണ് പോകുന്നത്. കാറിലിരുന്ന് വീഡിയോ പിടിക്കുന്നത് കൊണ്ട് തെളിച്ചം കുറവാണോ എന്നൊരു സംശയമുണ്ട്. മൃഗങ്ങളെ കാണുമ്പോൾ മുൻപിലുള്ള കാറുകൾ സാവധാനം നിർത്തിയാണ് പോകുന്നത്. എന്താണെന്ന് നോക്കട്ടെ. അവിടെ ഒരു തിരക്ക്. വണ്ടികളൊന്നും നീങ്ങുന്നില്ല. ഓ, സിംഹത്തിന്റെ ഗുഹയാണത്. രാജാവ് സിംഹാസനത്തിൽ കിടക്കുന്നു. രാവിലെ തന്നെ എല്ലാവർക്കും ഫുഡ് കിട്ടിയെന്ന് തോന്നുന്നു. വെളുത്ത സിംഹത്തെയും കണ്ടു. എങ്ങനെയുണ്ട് കാണാൻ? കുരങ്ങന്മാരുടെ പ്രകടനം കണ്ടു നീങ്ങുമായിരുന്നു. അപ്പോഴാണ് പശുക്കൾ അതിലെ പുല്ല് തേടി നടക്കുന്നു. ആടുകളാണ് തീറ്റയും കഴിഞ്ഞ് പാറപ്പുറത്ത് കയറി നിൽക്കുന്നു. അരവയറായാൽ ആട് പാറപ്പുറത്ത് കയറുമെന്നാ പറയുന്നത്. വിവിധ ഇനം കൊമ്പുള്ള ആടുകൾ, പശുക്കൾ, ഒട്ടകപ്പക്ഷി, ജിറാഫ് ഇവയെല്ലാം അവിടെ കാണുന്നുണ്ട്. ഞങ്ങൾ നോക്കിയപ്പം ഒരു ജിറാഫ് തീറ്റയ്ക്ക് വേണ്ടി ചുമ്മാ ഓടി നടക്കുക. ഒരിടത്ത് പോയി തിന്നും,
അടുത്തടുത്ത് പോയി തിന്നും. അവനാണ് ആ വെള്ളം കുടിക്കുന്ന ജിറാഫ്. അവൻ ഭയങ്കര സാധനമാണ്. അവന്റെ ഓടി നടപ്പ് കാരണം അവന്റെ വെള്ളം കുടിക്കുന്ന ഒരു സീൻ പിടിക്കാൻ പറ്റി. മാൻകൂട്ടങ്ങൾ വിശ്രമിക്കുകയാണെന്ന് തോന്നുന്നു. സീബ്രകൾ ഭക്ഷണം കഴിക്കുകയാണ്. കുറെ ദൂരം യാത്ര ചെയ്തപ്പോൾ അകലെയായി ഓസ്ട്രേലിയയുടെ സ്വന്തം മൃഗമായ കങ്കാരു. അവർ ചാടിക്കാണിക്കുമോ എന്നോർത്ത് കാർ നിർത്തിയിട്ടു. ഓ, അവരും വിശ്രമത്തിലാണ്. ദേശാടന പക്ഷിയായ ഗൂസുകളുടെ ജാഥയാണ് കാണുന്നത്. കാർ നിർത്തി ഗൂസ് പട്ടാളത്തിന് വഴിയൊരുക്കി. അവസാനം ഒരുത്തൻ പമ്മി നിന്നിട്ട് ഒറ്റ ഓട്ടം. കാണാൻ നല്ല രസം. നമ്മൾ വളരെ സൂക്ഷിച്ചു വേണം കാർ ഓടിക്കാൻ. മൃഗങ്ങളെ തട്ടി വീഴിച്ചാൽ പിഴ അടയ്ക്കേണ്ടി വരും. കാറിലുള്ള സഫാരി തീർന്നിരിക്കുന്നു. ഇനി നടന്നുള്ള സഫാരിയാണ്. പക്ഷികളെ കണ്ടില്ലല്ലോ. അതുപോലെ ബോട്ട് യാത്ര, തീവണ്ടി യാത്ര എന്നിവയൊക്കെ നടത്തണം. ഉച്ചഭക്ഷണം കഴിച്ചിട്ടാവട്ടെ എന്ന് കരുതി. അടുത്ത വീഡിയോയിൽ ബാക്കി കാണാം.